എന്നാ പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് ഇടുക്കി വിശേഷങ്ങളായാലോ? വലിയ വിശേഷങ്ങളൊന്നുമില്ല. ഇടുക്കി കൂടെ ചുമ്മാ കട്ടപ്പനകൂടെ പോയപ്പോഴത്തേനും എടുത്ത കുറച്ച് വീഡിയോസ് ആണ്. ഒരു നല്ല മെമ്മറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ ക്യാപ്ചർ ചെയ്ത് വെച്ചതാണ്. ഇപ്പം ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് ഏകദേശം ഒരു വർഷം ആയേ. കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട്. ഈ ഒരു വർഷത്തിന് ശേഷം ഓണത്തിനാണ് ഞാൻ പോയത്. അന്ന് അധികം ദിവസമൊന്നും അങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇപ്രാവശ്യം പോയപ്പോൾ ഞാനതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ചെന്ന് ഇഷ്ടമുള്ള കുറേ ഫുഡൊക്കെ കഴിച്ചു. ഏറ്റവും കൂടുതൽ ഇടുക്കിയിൽ നിന്ന് പോന്നപ്പോൾ മിസ് ചെയ്യുന്നത് ഈ ക്ലൈമറ്റാണ്. നോക്കിയേ, മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ട് നമ്മുടെ അവിടുത്തെ വെള്ളത്തിനാണെങ്കിലും കാലാവസ്ഥയ്ക്കാണെങ്കിലും ഒക്കെ ഒരു പ്രത്യേക ഫീലാണല്ലോ. അത് ശരിക്കും തിരുവനന്തപുരത്തെ ചൂട് അനുഭവിക്കുന്നവർക്കറിയാം. അത് ഇവിടുന്ന് അങ്ങ് ചെന്നപ്പോഴത്തേനും ഭയങ്കര ഒരു റിലീഫായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, എത്ര സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മുറ്റത്ത് നട്ടുപിടിപ്പിച്ച് വെക്കൂല. അതിന് എനിക്ക് പൊതുവേ ഇവിടുത്തെ വെച്ച് തോന്നിയിട്ടുള്ള കാര്യം, നമ്മുടെ അവിടേക്ക് എന്തെങ്കിലും ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. പകല് മിക്ക വീടുകളിലും ആളുകളൊന്നും കാണത്തില്ലല്ലോ. എങ്കിൽ പോലും എല്ലാവരുടെയും മുറ്റത്ത് ആവശ്യത്തിനുള്ള പച്ചക്കറിയും ചെടിയും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കാണൂലോ. നമ്മുടെ മുറ്റത്തും ഉണ്ട് അമ്മയുടെ ഒരു അടുക്കളത്തോട്ടം, കരിമ്പുണ്ട്, ഇഞ്ചിയുണ്ട്, കുറച്ച് ചെടികൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇടുക്കിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എവിടെ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നുണ്ടായിരിക്കല്ലേ. ചക്ക ആയിക്കോട്ടെ, മാങ്ങ, പാഷൻ ഫ്രൂട്ട്, ജാതിക്ക, നെല്ലിക്ക തുടങ്ങി ഇഷ്ടം പോലെ സാധനങ്ങൾ കാണും നമ്മുടെയൊക്കെ പറമ്പിലല്ലേ. അവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെ വലിയ പട്ടിണി അങ്ങനെ ഒന്നും വരത്തില്ല. കാരണം ആരെങ്കിലും പറമ്പിൽ നിന്ന് എന്തെങ്കിലും ചക്കയോ മാങ്ങയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ. നമ്മുടെ മുറ്റത്ത് പണ്ട് തൊട്ടേ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ പോയി. എങ്കിലും കുറച്ച് ചെടികളൊക്കെ ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കിട്ടുന്ന കാലാവസ്ഥ കണ്ടിന്യൂസ്ലി നമുക്ക് മഴ തീർന്നിട്ടില്ലല്ലോ. മഴക്കാലം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഒരു വ്യത്യാസം കൊണ്ട് നമുക്ക് ചെടിയൊക്കെ കുറച്ചൊക്കെ പോയി. ലക്കി ബാമ്പുവിന് കുറേ കളക്ഷൻസ് ഉണ്ട്. അത് ഇടുക്കിയിൽ മിക്ക വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. അടുക്കള തൊട്ട് കന്നാലിക്കുട്ടി വരെ കാണും നമുക്ക് ലക്കി ബാമ്പു വെള്ളത്തിലിട്ടും ചട്ടിയിലിട്ടും ഒക്കെ വെച്ചേക്കുന്നത് അല്ലേ. നമ്മുടെ വീട് കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കിയാൽ കട്ടപ്പന ഇങ്ങനെ ഒരു ഫുൾ വ്യൂ കാണാൻ പറ്റും. രാത്രിയൊക്കെ കാണുമ്പോഴത്തേനും ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്